കുറ്റങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെന്നും മാപ്പുസാക്ഷിയാക്കണമെന്നും സന്ദീപ് പ്രധാന പ്രതികളിൽ ഒരാളായ സന്ദീപ് നായർ മാപ്പുസാക്ഷിയാകുന്നതോടെ കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നാണ് അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA കണക്കുകൂട്ടൽ. സ്വപ്നയ്ക്കും കൂട്ടാളികൾക്കും എതിരെ സന്ദീപ് നൽകുന്ന മൊഴികൾ അതിനിർണായകമാകും. ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനും ഈ മൊഴികൾ സഹായിക്കും. കേസിന്റെ തുടക്കത്തിൽ BJPയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് സന്ദീപ് നായർ. ഇയാൾ ചുവടുമാറ്റുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സ്വർണ്ണക്കടത്ത് സന്ദീപ് നായരുടെ ലക്ഷ്യമെന്ത്? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പത്തനംതിട്ടയിൽ നിന്നും ശ്രീ രാജേഷാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. രാജേഷ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇതിലെ പ്രതികൾ, സ്വർണം അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുള്ള ആളുകൾ, അവരൊക്കെ അവിടെ വിലസി നടക്കുന്നു എന്നുള്ള ആരോപണം എല്ലാമുണ്ട്. ഇതിനിടയിലാണ് സന്ദീപ് നായർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ. NIA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 4ാമത്തെ പ്രതിയാണ് ഇയാൾ ഈ മനംമാറ്റത്തോടു കൂടി താനെല്ലാം തുറന്നു പറയാം, തന്നെ മാപ്പുസാക്ഷിയാക്കണം, തെറ്റ് സംഭവിച്ചു പോയി എന്നൊക്കെ ഇദ്ദേഹം പറയാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. എന്തായിരിക്കാം ഇദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ? അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ അയാൾ BJPക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ കുറ്റം സമ്മതിക്കുന്നതായിരിക്കും. അയാളൊരു BJPക്കാരനല്ല. BJPക്കാരെ മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം സമ്മതിക്കുന്നതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അപ്പോൾ ഈ മനംമാറ്റം, അല്ലേ? അതെ, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി. ഐ ആം ഓൾവേസ് BJP ആണെന്ന് ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ BJPക്കാർ പറയുന്നത് സന്ദീപ് നായർ BJPക്കാരല്ല അല്ലാതെ. പക്ഷെ BJPക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ കുറ്റസമ്മതം കേൾക്കുന്നത്. അപ്പോൾ ഈ രാജേഷിന് പിന്നിൽ നമ്മൾ ഈ പാവകളിയിലൊക്കെ കാണുന്നത് പോലെ ചരട് വലിക്കുന്നത് ഉള്ളിൽ നിന്നിട്ട് ആരോ ആണ്. ചരട് വലിക്കുന്നത് BJPക്കാരായിരിക്കും. BJP ഇതിനകത്ത് തലകുത്തി വീഴാൻ പോകുന്നത് BJPക്കാരും മുസ്ലിം ലീഗുകാരും ഉള്ളു. വേറെ ആരും CPM-നൊന്നും പറ്റത്തില്ല. സന്ദീപിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സംശയിക്കുന്നത്. ശ്രീ ജലീൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജലീൽ, കേസിൽ NIA ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി NIA തന്നെ പ്ലാൻ ചെയ്ത് ഇയാളുടെ മനസ്സ് മാറ്റുകയാണോ? അങ്ങനെയും ആരോപണങ്ങൾ കേൾക്കുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, അത് ചോർന്നുണ്ടാകുന്നതുകൊണ്ടാണ് ഇപ്പൊ അവരെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇവിടെയല്ല, ഡൽഹിയിൽ അവരിപ്പോ തീരുമാനം എടുക്കുന്നത്. കാരണം ഇവിടെ മുഴുവൻ ചോർന്ന് ഇവിടുത്തെ കേരള പോലീസിനെ വിശ്വസിക്കാനൊക്കെ അതിന്റെ ഡൽഹിയിൽ വധഭീഷണി വന്നിട്ടുണ്ട്. CPM-ൽ നല്ല വധഭീഷണി വന്നിട്ടുണ്ട്. പോലീസുകാർ കൊല്ലുന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം ഏറ്റെടുത്തോ BJP തല വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന്റെ സത്യസന്ധമായ. ഇതിപ്പോ ശബരിമല കണ്ടില്ല, അണ്ണവന്മാര് ബോംബുമായിട്ട് കയറി ചെന്നു. ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ. അമ്മരെ വെറുതെ വിട്ടു. ഇപ്പൊ അമ്മമാരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാ ഇവിടെ നടക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ചന്ദ്രൻ, ഈ പറയുന്ന സന്ദീപ് നായരാണ് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊടുത്തത് സ്വപ്നയ്ക്കും അതോടൊപ്പം തന്നെ കൂടെയുള്ള ആളുകൾക്കും. സന്ദീപാണ് ഇതിൻ്റെ ഗൂഢാലോചനയിലൊക്കെ വലിയ പങ്ക് വഹിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ മനസ്സ് മാറി ഇനി വിശുദ്ധിയിലേക്ക് വരാം, ഞാൻ വിശുദ്ധനായിട്ട് വരാം, ഞാൻ പറയുന്നതായിരിക്കും വേദവാക്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? സാർ, ഇത് NIA അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിച്ചതായിട്ട് മനസ്സിലാക്കുന്നില്ല. ശിവശങ്കർ പോലും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. ഏതായാലും ഈ സന്ദീപ് നായരുടെ ഈ ഒരു ചുവടുവയ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറേ. വളരെയധികം നന്ദി. പാലായിൽ നിന്നും ശ്രീ ജയൻ കൂടി ചേരുന്നുണ്ട്. ജയൻ, സന്ദീപ് നായർ എല്ലാം തുറന്നു പറയുന്നതോടുകൂടി സ്വർണ്ണക്കടത്ത് കേസിലെ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് ജയൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ഇത് ഈ കേസ് മുക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം ഉള്ളിടത്തോളം കാലം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ നടക്കുന്നത്. ഒരു വളരെ കൃത്യമായി ഒരു പ്ലാൻ ചെയ്ത ഒരാൾ. ഇനിയിപ്പോൾ ഇദ്ദേഹം വരുന്നു, വന്നിട്ടുള്ള ആള് സന്ദീപ് നായർ പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയും. അതിന് വേണ്ടുന്ന തെളിവുകൾ ഉണ്ടാക്കും, അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അത് തന്നെ നടക്കുള്ളൂ ഇത്. കാരണം ഇത് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. പക്ഷെ ഇത് ഒരു കാരണവശാലും ഈ കേസ് തെളിയില്ല. ഇതുവർ തമ്മിലുള്ള എല്ലാവരും കൂടെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ടുള്ള അവസാനിക്കുള്ളൂ. വളരെയധികം നന്ദി. കണ്ണൂരിൽ നിന്നും ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, ഇനി കഥ എഴുതാൻ പോകുന്നത് സന്ദീപ് നായരാണോ?
ഇത് ആരായാലും അതിന്റെ സത്യം അറിയാൻ വേണ്ടി ജനങ്ങൾക്ക് അറിയാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. സത്യം ആരെന്ത് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് സത്യം മനസ്സിലാകണം, അല്ലേ? ബോധ്യപ്പെടണം. അതാണ് വേണ്ടത്. അങ്ങനെ സത്യം തെളിയുമോ? കാരണം പല കേസുകളിലെയും വിധികളും സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ സംശയമുണ്ട്. സത്യം തെളിയുമെന്ന് എന്നാണ് വിശ്വാസം. റൈറ്റ്, വളരെയധികം നന്ദി. പാലക്കാട് നിന്നും ശ്രീ ഷാഫി കൂടി ചേരുന്നുണ്ട്. ഷാഫി പറഞ്ഞോളൂ. ഷാഫി, ഇതില് സന്ദീപ് വാര്യർ തുറന്നു പറയുന്നതോടെ എല്ലാ സത്യങ്ങളും തെളിയുന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഇത് ശരിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയാണ്. ഇടതുപക്ഷത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഈ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ എല്ലാത്തിനെയും സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CBIക്കെതിരെ ചെറിയ രീതിയിൽ തിരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. CBI അന്വേഷിച്ച് ഏത് കേസാണ് കേരളത്തിൽ തെളിഞ്ഞിട്ടുള്ളത്? മാത്രമല്ല, CBIയുടെ മുമ്പിൽ എത്രയോ കേസ് പെൻഡിങ് ആയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട എത്രയോ കേസ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ കേസ് മാത്രം അന്വേഷിച്ചതിന്റെ യുക്തി എന്താ? മാത്രമല്ല ഷാഫി, CBI അന്വേഷിച്ച ഒരു കേസിന്റെ വിധി ഇന്നിപ്പോ നമ്മൾ കാണുകയും ചെയ്തു, അല്ലെ? കാണുകയും ചെയ്തു. CBI അന്വേഷിച്ച കേസിന്റെ വിധി കാണുകയും ചെയ്തു. അത് സത്യം. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഷോബി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സോബിന്റെ അഭിപ്രായം എന്താണ്? സോബിൻ, ഇത് ശിവശങ്കറിലേക്ക് സംഭവം അന്വേഷണം എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് കറക്റ്റ് ആയിട്ട് NIA രാഷ്ട്രീയം ഉപയോഗിക്കുകയാണ്. അതായത് ഇവിടുത്തെ സംസ്ഥാന BJP നേതാക്കളുടെ അറിവോടോ അല്ലെങ്കിൽ കേന്ദ്രത്തോടെ റിക്വസ്റ്റ് ചെയ്തിട്ട് CPM പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശിവശങ്കറിനെ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ ഈ മിക്കവാറും സന്ദീപ് നായർ ശിവശങ്കറിനെ കണക്ട് ചെയ്യാനുള്ളതോ സർക്കാരിലെ ഏതെങ്കിലും ആൾക്കാരോടുള്ള കണക്ട് ചെയ്യാനുള്ള വഴികളുണ്ട് ശരിയാ പറഞ്ഞു കൊടുക്കും. അത് ന്യൂസിലേക്ക് ചാനലിലേക്ക് കൊണ്ടുവരും. അപ്പൊ അടുത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭ ഇത് കത്തിച്ച് ചെയ്യാൻ നിർത്തും. ഒന്നെങ്കിൽ അവസാനം ഇത് എഴുതി തള്ളും, അല്ലെങ്കിൽ ശിവശങ്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടാനുള്ള നീക്കമാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. അല്ല, മാത്രമല്ല സോബിൻ, മറ്റൊരു ആരോപണം കൂടിയുണ്ട്. ഈ ഉന്നതർ എന്ന് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നുണ്ട്. ഉന്നതരിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പിടിവള്ളി കിട്ടുമോ? അങ്ങനെയും ഒരു സംശയമുണ്ട്. ഉന്നതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാക്കങ്ങ് ചുമ്മാ അങ്ങ് ഹൈപ്പ് ചെയ്ത് ഉന്നത കാണുന്നു. UAE ആൾക്കാരുണ്ട്, അവരെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. UAE മെയിൻ ഉദ്യോഗസ്ഥരെ കാണുമായിരിക്കും. അപ്പൊ അവരെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ രാജ്യമായിട്ടുള്ള. വളരെയധികം നന്ദി സോബിൻ, വളരെയധികം നന്ദി. ശ്രീ റജി എബ്രഹാം കൂടി ചേരുന്നുണ്ട്. റജി എബ്രഹാം, ഇനി മുന്നിൽ ഈ പറയുന്ന സന്ദീപ് നായർ നടക്കും, സന്ദീപ് നായരുടെ പിന്നിൽ NIA നടക്കും. അങ്ങനെയാകുമോ ഇനി കാര്യങ്ങൾ? ഇത് NIA ആസൂത്രണമായി ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് എന്നുള്ളത് ഏത് മനുഷ്യർക്കും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ്. കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആണ്. കാര്യങ്ങൾ വളരെ പ്ലാൻ തന്നെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. NIA പ്രവർത്തനങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. വളരെയധികം നന്ദി റജി. ശ്രീ ഷൗക്കത്ത് കൂടി മലപ്പുറത്തു നിന്നും. ഷൗക്കത്ത്, പക്ഷേ അന്വേഷണ ഏജൻസി NIA ഇങ്ങനെ നട്ടം തിരിയുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു രാത്രി എന്നോ പകലോ എന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൃത്യമായി അവരുദ്ദേശിക്കുന്ന തെളിവുകളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ വരുന്നു. അപ്പോൾ ഒരാൾ ഞാനിതെല്ലാം തുറന്നു പറയാം, എന്നെ നിങ്ങൾ മാപ്പുസാക്ഷിയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ NIAക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ ഇനി എല്ലാ സത്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി മാലപ്പടക്കം പോലെ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഷൗക്കത്ത്? സർ, ഇത് ഇന്നത്തെ CBI പോലത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ നിലപാട് ബാബരി കേസ് പോലുള്ള വിധിയിലൂടെ വന്നത് എന്താണ്? ഇതല്ല സർ NIA പോലത്തെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയുടെ നിലപാടെങ്കിൽ ഈ കേസ് ഒരിക്കലും സന്ദീപ് നായരുടെ വെളിപ്പെടുത്തൽ കൊണ്ടോ ഒന്നും എവിടെ പോകുന്നില്ല. ഇത് തികച്ചും കേന്ദ്ര സർക്കാരിന്റെ CPM-നോടൊരു പകപോക്കൽ മാത്രമാണിത്. അല്ല, അതാണ് ഷൗക്കത്ത് ഒരു സംശയം വരുന്നത്. കാരണം സന്ദീപ് നായർ ആദ്യമേ BJP-കാരനാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരാൾ മാപ്പുസാക്ഷിയായി വന്നു കഴിഞ്ഞ് ഈ ആൾ പറയുന്ന രീതിയിൽ ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് NIA അങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം തകിടം മറിയും. സർ, ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കേസ് ഒരിക്കൽ സന്ദീപ് നായർ ഇടപെടൽ കൊണ്ടോ ഏതൊരു NIA വിഭാഗത്തിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് വ്യക്തമായൊരു കാര്യം പുറത്തുവിട്ടപ്പോൾ അയാളെ ഇവിടുന്നും പെട്ടെന്ന് മാറ്റിയ ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് സാർ. ഇത് CBI പോലത്തെ അന്വേഷണിച്ചുകൊണ്ടോ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നിടത്തോളം കാലം ഈ കേസൊന്നും ഒരു വിധത്തിലും അവർക്ക് അനുകൂലമാവുന്ന. വളരെയധികം നന്ദി. ശ്രീ ജയപ്രകാശ് കൂടി ചേരുന്നുണ്ട്. ജയപ്രകാശ്, ഒരു കേസ് തെളിയണമെങ്കിൽ അതിൽ കൃത്യമായ തുമ്പും വാലും തെളിവും എല്ലാം വേണം. അതെല്ലാം നൽകാൻ പറ്റിയ ഒരാൾ സംഘത്തിന് എല്ലാം വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, സത്യസന്ധമായി അയാൾ പറയാൻ തയ്യാറാണെങ്കിൽ അത് അംഗീകരിക്കാം. അല്ല എങ്കിൽ അതിനെ അങ്ങനെ കാണുകയും വേണ്ട. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ജയപ്രകാശ്? അതിപ്പോ സന്ദീപ് നായർ ഇപ്പം
കോടതിയുടെ മുമ്പിലാണ് ഇപ്പം തെളിവ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് NIAക്ക് ചെറിയ ആശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണെങ്കിൽ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രതികൂലമായിട്ടെങ്കിൽ സന്തോഷിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ. പക്ഷെ ഇത് ഇപ്പൊ അടുത്ത കാലത്ത് അവസാനിക്കുന്ന ഘട്ടം വരത്തില്ല. കാരണം എങ്ങനെ ആയാലും ഒരു ഇലക്ഷൻ വരുന്നത് വരെ ഈ പ്രശ്നം ഇങ്ങനെ തുറന്നുകൊണ്ട് പോകാനും ജയപ്രകാശ് ഇതെല്ലാം കൂടി ആകെ കലങ്ങി മറിയുന്നത് രാഷ്ട്രീയമുള്ളത് കൊണ്ട് മാത്രമാണല്ലേ? രാഷ്ട്രീയം ഇതിനകത്തുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല സാർ. രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാവർക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ എല്ലാം. വളരെയധികം നന്ദി. ശ്രീ രാകേഷ് കൂടി ചേരുന്നുണ്ട്. രാകേഷിന്റെ കാഴ്ചപ്പാട് എന്താണ് രാകേഷ്? എനിക്കിതില് സത്യം മുഴുവനായിട്ട് പുറത്തു വരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ എല്ലാ ഏജൻസികളും കൂടി ഒന്നിച്ച് ഇടപെട്ടൊരു കേസ് മുൻപുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, മാത്രമല്ല ഇപ്പോൾ രാകേഷ് പറഞ്ഞതുപോലെ സത്യം പുറത്തു വരണമെന്നാണ് ഞാനും താങ്കളും നമ്മളെപ്പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വായിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സത്യം, പരിപൂർണമായിട്ടുള്ള സത്യം രാകേഷ് പ്രതീക്ഷിക്കുന്നുണ്ടോ പുറത്തു വരുന്ന? തീർച്ചയായിട്ടും. കാരണം NIA എന്ന് പറയുമ്പോൾ അത്രയും ഉന്നതമായ ഒരു ഏജൻസിയാണ്. സത്യം പുറത്തു വരുന്നത് തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. ശ്രീ അൻസാർ കൂടി ചേരുന്നുണ്ട്. അൻസാർ, ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ഈ യൂണിടാക് MDA സന്തോഷ് ഈപ്പനെ വീണ്ടും വിളിച്ചു എന്ന്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ തവണയാണ് ഇപ്പോൾ CBI ആണെങ്കിലും NIA ആണെങ്കിലും ഒക്കെ അന്വേഷണ ഏജൻസികൾ ഇയാളെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഇതൊക്കെയായിട്ട് കെട്ടിമറിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതായാലും അൻസാറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സന്ദീപ് നായരുടെ മനം മാറ്റം അതൊരു നല്ല ശുഭസൂചകമാണോ അതോ അതിൽ സംശയിക്കണോ? ഏകദേശം 70 ദിവസത്തിന് മേലെ NIA ഈ വിഷയം അന്വേഷിക്കുന്നു. അതിൽ നിരവധി തവണ ഈ സന്ദീപ് നായരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പറയാതെ എന്ത് സത്യമാണ് ഇനി കോടതിയിൽ പറയാനുള്ളത്? തികച്ചും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു തിരക്കഥ എഴുതിയിട്ട് വേറെ അവരുദ്ദേശിക്കുന്ന പല ആളുകളെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ശ്രമമാണിത്. രാജ്യം കണ്ട ഏറ്റവും ഒരു ഖേദകരമായ ഒരു വിധി വന്ന ദിവസം ഇന്ന്. ആ കേസും അന്വേഷിച്ച CBI അല്ല സാർ. അല്ല, അൻസാറിന്റെ കാഴ്ചപ്പാടിൽ അപ്പോൾ ഇനി എന്ത് മൊഴി ഈ പറയുന്ന സന്ദീപ് നായർ നൽകണം എന്നുള്ളത് അത് മുകളിൽ നിന്ന് പറയും, NIA പറയും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയും, അത് കിളി മൊഴി പോലെ പറഞ്ഞാൽ മതി അല്ലേ? അതായത് NIA അന്വേഷിച്ച കേസ് പ്രതി ചേർത്ത അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരാള് ഈ കേസ് നടന്നതിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വായിച്ചിട്ടുണ്ട്, പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകന്മാരെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ആളെയാണ് NIA ചോദ്യം ചെയ്തത്. 100% ഇത് ക്രിയേറ്റഡ് ആണ്. വളരെയധികം നന്ദി അൻസാർ. ശ്രീ കൃഷ്ണ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണയുടെ കാഴ്ചപ്പാട് എന്താണ് കൃഷ്ണ? കേസന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ഏജൻസികൾ ഇത്രയും ദിവസമായിട്ട് അന്വേഷിക്കുന്നു. ഇതുവരെ ഒരു മാധ്യമങ്ങൾക്കും ഇവർ കൊടുത്ത ചില മൊഴികളല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ന്യൂസ് 18 ഉൾപ്പെടെ മന്ത്രി ജലീലിന് ക്ലീൻ ചീറ്റ് കൊടുത്തുന്ന ഒരു ന്യൂസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന സന്ദീപിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വപ്ന പറഞ്ഞ ഒരു മൊഴി ലീക്കായത് ഒരു ഉദ്യോഗസ്ഥൻ ലീക്കാക്കി കൊടുത്തത് മാധ്യമങ്ങൾ കൊണ്ട് ആഘോഷിച്ചു. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നടത്തുന്ന അവതാരകൻ തന്നെ പറയുന്നു ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിധി വന്നതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾക്ക് CBI കേസ് നടത്തി കോടതി പല രീതിയിൽ ഇത്രയും വർഷം എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് നടത്തിയ ഒരു കേസിന്റെ വിധി വിശ്വസിക്കാൻ പറ്റൂല, ആ അന്വേഷണ ഏജൻസി വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസം? ഭാരതത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ എല്ലാ വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസ് എല്ലാ തലങ്ങളിലും വിധി പരിശോധിച്ച് വരുന്ന വിധികൾ നിങ്ങൾക്ക് വിശ്വാസമല്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് പാകിസ്ഥാനെയാണോ വിശ്വാസം? അഫ്ഗാനിസ്ഥാനെയാണോ? നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ചർച്ച ഞാൻ കുറെ നേരം കൊണ്ട് കേട്ടോണ്ടിരിക്കുന്നു. അല്ല കൃഷ്ണയുടെ കാഴ്ചപ്പാടിൽ ഏതായാലും ഇപ്പോൾ ഞാൻ പറയുന്നതും അങ്ങനെയൊന്നും ആകില്ല, അതൊക്കെ അങ്ങ് വിട്ടേക്കുക. അതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് കേസിന്റെ സത്യം പുറത്തു വരുമെന്ന് കൃഷ്ണ പ്രതീക്ഷിക്കുന്നു അല്ലേ? അദ്ദേഹത്തിന് ഫോൺ കേൾക്കാമോ കൃഷ്ണ? നിങ്ങൾ കട്ടാക്കും കാര്യം നിങ്ങൾ കട്ടാക്കും. പറഞ്ഞോളൂ കേൾക്കാം.
എനിക്ക് കേൾക്കാം. അല്ല, നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടന്നുവെന്നും സ്വർണ്ണക്കടത്ത് നടന്നുവെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് വേണ്ടത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അത് തന്നെയാണ് ഇത്രയും നാളും പറഞ്ഞിട്ടുള്ളത്. ഏജൻസികൾ വന്നു കഴിഞ്ഞാൽ കോഴി മുട്ടയിടും പോലെ ഒരു അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതെ, വളരെയധികം നന്ദി. കോഴി മുട്ടയിടുന്നത് പോലെ അന്വേഷണം അവസാനിക്കില്ല. പക്ഷേ കോഴിയെ കൊണ്ട് മുട്ട ഇടിയിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വളരെയധികം നന്ദി. ശ്രീ ദിലീപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഏതായാലും ഈ പറയുന്നത് പോലെ അന്വേഷണ ഏജൻസികളെ നമ്മൾ പൂർണ്ണമായും തള്ളേണ്ടതില്ല. സത്യം കണ്ടെത്തിയിട്ടുള്ള, കേസുകൾ തെളിയിച്ചിട്ടുള്ള കഴിവുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ നമ്മൾ പൂർണ്ണമായും അവരെ തള്ളേണ്ടതുമില്ല. ദിലീപിൻ്റെ കാഴ്ചപ്പാടിൽ കൃഷ്ണ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു എന്താണ് അവ്യക്തമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി, ഇരുട്ടെല്ലാം മാറി നല്ല വെളിച്ചം വരും. സത്യസന്ധമായി കാര്യങ്ങൾ മിന്നിത്തിളങ്ങി വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ദിലീപ്? ഒരിക്കലുമില്ല. എന്തു തന്നെയായാലും ഈ കേസ് ഇപ്പൊ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാകുന്നതോടുകൂടി കേസിന്റെ സ്ഥിതി തന്നെ വഴിതിരിച്ചുവിടാനായിട്ട് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അന്വേഷണം ശരിയായ ദിശയിലാകില്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും അന്വേഷണം ശരിയായ ദിശയിലേക്ക് വരില്ല. റൈറ്റ്. വളരെയധികം നന്ദി. സൗദി അറേബ്യയിൽ നിന്നും ശ്രീ മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നുണ്ട്. റിയാസ് പറഞ്ഞോളൂ. റിയാസ്, ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് ആൾക്കാർക്ക് വിളിച്ചിട്ട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ അത് ചോദിച്ചു. പക്ഷേ എന്റെ ഒരു സംശയം, ഹലോ പറഞ്ഞോളൂ. കേൾക്കാം. ഹലോ, കേൾക്കാം റിയാസ്, കേൾക്കാം. പറഞ്ഞോളൂ. ക്ലിയർ ആണ് ഇപ്പൊ. ഹലോ റിയാസിനെന്തോ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല തോന്നുന്നു. റിയാസ് പറഞ്ഞോളൂ. എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. റൈറ്റ്. ഏതായാലും വളരെ അധികം നന്ദി. വിളിച്ചതിൽ സൗദി അറേബ്യയിൽ നിന്നുമാണ് അദ്ദേഹം വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം. ഈ വിക്രമൻ പത്തനംതിട്ടയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിക്രമൻ്റെ ഒരു ചിന്തയിൽ, കാഴ്ചപ്പാടിലൊക്കെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇനി സത്യം പറഞ്ഞേക്കാം എന്ന് സത്യസന്ധനായിട്ടുള്ള സന്ദീപിന് തോന്നിയതാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വിക്രം? ഒരിക്കലും അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നില്ല സാർ. ഡെയിലി മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിക്കും വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ പ്രാവശ്യവും സരിതയുടെയും സ്വപ്നയുടെയും പേരിൽ 5 വർഷം ജനാധിപത്യ മര്യാദ അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കോടതിയാണ് ഇതിന് ശക്തമായ ഒരു വ്യക്തത വരുത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കേണ്ടെന്നൊരു അഭിപ്രായമേ ഞാൻ പറയാറുണ്ട്. റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ ജലീൽ കൂടി ചേരുന്നുണ്ട്. ജലീൽ പറഞ്ഞോളൂ അഭിപ്രായം. ജലീൽ പറഞ്ഞോളൂ. കേൾക്കാം. ജലീൽ ടി വി ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി, ഫോണിലൂടെ സംസാരിച്ചാൽ മതി. കേൾക്കാം ജലീൽ. ജലീൽ വീട്ടിൽ ടി വി വെച്ചിരിക്കുന്ന ഒരു ശബ്ദം. രാഷ്ട്രീയ ഒരു പകപോക്കലാണ് ഇത്. നമുക്കറിയാം, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സ്വർണ്ണവേട്ടയും സ്വർണത്തിൽ ഈ വേട്ടയിൽ ആരെയൊക്കെയാണ് പ്രതിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഈ പറയപ്പെടുന്ന പ്രതികളായി പറയപ്പെട്ട ആദ്യത്തെ പ്രതികളിൽ വരെ ഇതിൽ BJPയുടെയും RSSന്റെയും ഒക്കെ കരങ്ങളാണ്. ഇത് രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന ഇലക്ഷന് വേണ്ടിയുള്ള മുൻകൂട്ടിയുള്ള കുറച്ച് ചുവടുവെപ്പാണെന്നും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജലീലിന്റെ കാഴ്ചപ്പാടിൽ ഇതിങ്ങനെ കുറച്ചും കൂടെ നീണ്ടുപോകും, പെട്ടെന്നൊന്നും തീരില്ല. തീർച്ചയായിട്ടും നീണ്ടുപോകും. ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഇതാരെയും പിടിക്കപ്പെടാനും പോകുന്നില്ല. പ്രതികൾ എണ്ണം കൂടിക്കൊണ്ടുവരും. റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ അരവിന്ദാക്ഷൻ കൂടി ചേരുന്നുണ്ട്. അരവിന്ദാക്ഷൻ, സ്വർണ്ണക്കടത്ത് കേസിൽ രാഷ്ട്രീയമുണ്ടോ? എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇതില് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ടൊരു കാര്യം നടക്കില്ല. എന്നിട്ട് നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ തന്നെ വേണ്ടേ? അല്ലാണ്ട് പുറത്തുനിന്ന് രാജ്യത്തുനിന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഇപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ AK ബാലനും ശ്രീമതി ടീച്ചറും തന്നെ അന്വേഷിച്ചാൽ ചിലപ്പോ കണ്ടെത്തിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ PK ശശിയുടെ കാര്യമാണ് ഓർത്തത്. അല്ല അവരാണല്ലോ ഇപ്പൊ മികച്ച ഏജൻസി ആയിട്ട് ഇപ്പൊ മറ്റൊരു പലരും പറയുന്നത്. റൈറ്റ്. വളരെയധികം നന്ദി അരവിന്ദാക്ഷൻ. ശ്രീ കൃഷ്ണലാൽ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. പറഞ്ഞോളൂ കൃഷ്ണലാൽ. ഇല്ല, ഇവിടെ ഒരു നല്ലൊരു സർക്കാരുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു മുഖ്യമന്ത്രി, പാവത്തങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്ന് താഴെ ഇറക്കണം. അല്ലാതെ ഈ സ്വർണ്ണക്കടത്തൊന്നും വലിയ കഥയുള്ള കേസൊന്നും അല്ല. പിന്നെ നിങ്ങളെ പോലുള്ള കുറെ മാധ്യമങ്ങൾ ഇതും ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും ഒരു കഥയും ഇല്ല. ഈ ഇലക്ഷൻ വരെ ഒന്ന് കൊണ്ടുപോകണം. സ്വർണ്ണക്കടത്ത് കേസിൽ എന്തെങ്കിലും കഥയുണ്ടോ കൃഷ്ണലാൽ? കൃഷ്ണലാൽ, സ്വർണ്ണക്കടത്ത് കേസിൽ എന്തെങ്കിലും കഥയുണ്ടോ? എന്ത് കഥ? ഇതിന് സ്വർണം കൊണ്ടുവന്ന് അതിന്റെ അകത്ത് കള്ളത്തരം തന്നെ ഉണ്ട്. പക്ഷെ യഥാർത്ഥ പ്രതികൾ കുടുങ്ങത്തില്ല. യഥാർത്ഥ പ്രതികൾ കേന്ദ്രത്തിൽ ഇരിക്കുക. ബാക്കിയുള്ളവന്മാര് വിദേശ രാജ്യങ്ങളിലും കിടക്കുന്നത്. അവന്മാരെ ആദ്യം കൊണ്ടുവരാൻ പറയാട്ടാ. ചുമ്മാ ഇവിടെ കിടന്ന് ജലീലിന്റെ പുറകിന് കിടക്കാതെയും നിങ്ങൾ കാറ് ഫോളോ ചെയ്യാനും പഞ്ചറായ കാറും നോക്കാതെ ആ വിദേശത്ത് കിടക്കുന്നവന്മാരെ കൊണ്ടുവന്നിട്ട്
കൊണ്ടുവന്നവന്മാരെയും വാങ്ങിയവന്മാരെയും പൊക്ക്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുമാർ, ഇതാണ് കൊണ്ടുവന്നവരെയും വാങ്ങിയവരെയും പൊക്കണം, അല്ലാതെ ഈ നടക്കുന്ന അന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് ചുറ്റും വട്ടം ചുറ്റിയിട്ട് കാര്യമില്ല, കറങ്ങി നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ. ഏതായാലും കുമാറിൻ്റെ കാഴ്ചപ്പാടിൽ സന്ദീപ് നായർ പുതിയൊരു ചുവടുവെപ്പ് വയ്ക്കുന്നു, ഞാനെല്ലാം തുറന്നു പറയാം എന്ന് പറയുന്നു. സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറാകുന്നതെന്ന് കുമാറിന് തോന്നുന്നുണ്ടോ? ഇത് സന്ദീപ് നായർ കോടതിയിൽ എന്ത് മൊഴി നൽകിയാലും ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് NIA അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതെ, ആ കേസ് NIA അന്വേഷിക്കട്ടെ. ഇതിനകത്ത് കുറ്റവാളികൾ ആരാണെന്നുള്ള അവര് അത്ര നിസ്സാര കേസ് ആളുകളില്ലല്ലോ NIA. ഈ പറയുന്നത് പോലെ ഒരു സന്ദീപ് പറഞ്ഞാൽ അതനുസരിച്ച് കണ്ണും പൂട്ടി നടക്കുന്ന ആളുകളൊന്നും അല്ല NIA, അല്ലേ? NIA. അപ്പൊ ഇത് അവർ നടക്കട്ടെ എന്ന് നമ്മളിപ്പോഴേ ഇതിനെതിരെ ഒരു എന്താ പറയുന്ന അതിനൊരു തീരുമാനം ഇപ്പോഴേ എടുക്കേണ്ട കാര്യം. അതെ, വളരെയധികം നന്ദി കുമാർ. ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, അതാണ് NIA അന്വേഷിക്കട്ടെ, NIA എല്ലാം കണ്ടെത്തും. ഇപ്പോൾ ഒരാൾ മൊഴി മാറ്റി, അല്ലെങ്കിൽ ഒരാൾ മൊഴി മാറ്റുന്നില്ല, ഒരാൾ മാപ്പ് സാക്ഷിയാകാം, ഒരാൾ സാക്ഷിയല്ല എന്നൊക്കെ എന്തോ നടക്കട്ടെ. പക്ഷേ NIA അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്തും, പ്രതികൾ പുറത്തു വരും, ശിക്ഷിക്കപ്പെടും. അതാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ സന്ദീപ് നായരുടെ ബന്ധം മാധ്യമങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. സന്ദീപ് നായരായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മുടെ കേരളം, ഇന്ത്യയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കി, അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കിയല്ലോ. ഈ സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കി ഈ CBI വരുന്നത് തന്നെ എന്തിനാണെന്ന് നമുക്കറിയാം. CBI എല്ലാ കളികളും കളിച്ചിട്ട് ഇന്ന് വന്നിട്ട് ഒരു CBIയുടെ ഒരു കളി. അപ്പൊ അതാണ് CBI കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതാണ് നമ്മൾ കേരളം കാണുന്നത്. ഇനിയിപ്പോ CBI ഇവിടെ വന്നിട്ടും ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കണം. വളരെയധികം നന്ദി സുരേന്ദ്രൻ. ഗീത കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗീത, പറഞ്ഞോളൂ അഭിപ്രായം. സാറേ, ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം അത് തന്നെ പറയാനുള്ളത്. അതെ, അത് പിന്നെ ഈ സ്വർണ്ണ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കള്ളക്കടത്ത് ചെയ്യുന്ന NIA കണ്ടുപിടിക്കുന്നു, കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നു. പക്ഷെ അവർക്ക് ശിക്ഷ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, വീണ്ടും അതിന്റെ ഇരട്ടി നടക്കുമല്ലേ. അതാണ് പലതവണ കടത്തിയിട്ടാണ് ഒരു തവണ പിടിക്കുന്നത്. പലതവണയെന്ന് പറഞ്ഞാൽ എത്ര തവണയായി പിന്നെ ഇവർക്ക് NIAക്കാര് കണ്ടുപിടിച്ചു, അവരെ കണ്ടുപിടിച്ചു, എവരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നതൊക്കെ അല്ലാതെ പിന്നെ ശിക്ഷ കൊടുക്കുകയോ ഒന്നുമില്ല. അതിന്റെ ഇരട്ടി വീണ്ടും അടുത്തടുത്തോട്ട് പോയി വേറെ ചെയ്യുക. അതെ, വളരെയധികം നന്ദി ഗീത, വളരെയധികം നന്ദി. ഏതായാലും NIA കണ്ടെത്തിയാലും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് ഗീതയുടെ അഭിപ്രായം. അനിൽ ചേരുന്നു നമ്മളോടൊപ്പം. അനിലിന്റെ കാഴ്ചപ്പാട് എന്താണ് അനിൽ? ഇതില് ഭരണപക്ഷത്തിന്റെ ഭയങ്കരമായ പിടിപ്പുകേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മതവികാരം ഇളക്കിക്കൊണ്ട് ഒരു ന്യൂനപക്ഷത്തെ പ്രീണിപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. അതല്ലെങ്കിൽ ഈ സ്വർണത്തിന്റെ കടത്താൻ വേണ്ടിയിട്ട് ഒരു മതവികാരത്തിന്റെ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ സർക്കാരും പ്രത്യേകിച്ച് ജലീലിനെ പോലുള്ള ആൾക്കാർ കളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമാധാനമായി പോകുന്ന കേരളത്തിൽ ഒരു മത തീവ്രവാദികളെ വളർത്തുകയും ഒപ്പം നമ്മുടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ട നടപടിയല്ലേ ജലീലിനെ പോലുള്ള മന്ത്രിമാർ ചെയ്യുന്നത്. അനിൽ, വളരെയധികം നന്ദി. അനിൽ വയനാട്ടിൽ നിന്നുമാണ് സംസാരിച്ചത്. ശ്രീ ഹംസ കൂടി ചേരുന്നുണ്ട്. ഹംസ, ഈ കേസിന് ഒരു പുതിയ തുമ്പുണ്ടാക്കാൻ വേണ്ടി പുതിയ ഒരു സംഭവം നടക്കുന്നു. സന്ദീപ് നായർ എന്ന് പറയുന്ന ഈ കേസിലെ ഒരു പ്രതി താൻ മാപ്പുസാക്ഷിയാകാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സന്ദീപ് നായർ പറയുന്നതിനനുസരിച്ചുള്ള അന്വേഷണം, സന്ദീപ് നായർ പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുക, സന്ദീപ് നായർ പറയുന്ന തെളിവുകൾ അത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാം സത്യസന്ധമായി തെളിയുമെന്ന് ഹംസ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഹംസയ്ക്ക്? ഒരു പ്രതീക്ഷയില്ല. കാരണം NIA എന്ന് പറയുന്ന നമ്മൾ ഇതുവരെയും വിശ്വസിക്കപ്പെട്ട ഒരു അവിശ്വാസം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നെന്നുള്ളൊരു ബോധമാണ് നമ്മൾക്ക് വരുന്നത്. കാരണം ഇതുവരെ ഒരു കളിച്ചിട്ട് സന്ദീപ് നായരുടെ ഇതിലേക്ക് ഒരു കാര്യമായിട്ടൊരു അന്വേഷണം ഒരു ലെവലിൽ ഒരു എത്താത്തതേക്ക് സന്ദീപ് നായരുടെ പുറത്തു പറച്ചിൽ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുന്നതിലൊന്നും യാതൊരു വളരെയധികം നന്ദി ഹംസ. ഏതായാലും സന്ദീപ് നായർ പറയുന്നതനുസരിച്ച് അതുപോലെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല എന്നതിനപ്പുറത്തേക്ക് അത് അതുപോലെ കാണരുത് NIA എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.